കവിത കാക്കിരി പൂക്കിരി. ആദ്യം നമുക്കിത് സാവധാനം ചൊല്ലാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. ഇത് മക്കൾ ഈണത്തിൽ ചൊല്ലണം കേട്ടോ. നമുക്കൊന്ന് വേഗത്തിൽ ചൊല്ലാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. രാമകൃഷ്ണൻ കുമരനല്ലൂർ. ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, അടുക്കുമുറയുമില്ലാതെ നിറയെ കൊമ്പുകളുള്ള തേന്മാവിൻ്റെ എത്താത്ത കൊമ്പത്ത്, അതായത് മുകളിലത്തെ കൊമ്പത്ത്, ഉയരത്തിലേക്ക് കൊമ്പുണ്ടല്ലേ, ആ കൊമ്പിൽ വരെ കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. അടുക്കുമുറയുമില്ലാതെ മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. തേന്മാവിൻ്റെ എത്താത്ത കൊമ്പത്ത്, ഉയരത്തിലുള്ള കൊമ്പത്ത് അടുക്കുമുറയുമില്ലാതെ മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. പിള്ളേർ ആർത്തു വിളിച്ച് ബഹളം വയ്ക്കുകയാണല്ലേ. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. അടുക്കുമുറയുമില്ലാതെ അടിച്ച കാറ്റിൻ്റെ കൈകൾ മാവിൻ്റെ കൊമ്പ് കുലുക്കുന്നു. ഓർക്കാപ്പുറത്ത് പെട്ടെന്നടിച്ച കാറ്റ് ചക്കരമാവിൻ്റെ തേന്മാവിൻ്റെ കൊമ്പ് കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. അടുക്കുമുറയുമില്ലാതെ നാലഞ്ചെണ്ണം മധുരമാങ്ങകൾ അവിടെ ഇവിടെ വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. ഈ മാങ്ങകളിൽ നിന്നുള്ള തേൻ തുള്ളികളുടെ രുചി നാവിൽ നിന്ന് പോകില്ല. അത് നാവിന് സമ്മാനം തന്നെയാണ്. എന്താണ് പറഞ്ഞത്? നമുക്കൊന്നുകൂടെ ചൊല്ലി നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പ് കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. എന്താണ്? അടുക്കുമുറയുമില്ലാതെ പല വിധത്തിൽ നിറയെ കൊമ്പുകളുള്ള തേന്മാവിൻ്റെ എത്താത്ത കൊമ്പത്ത്, അടുക്കുമുറയുമില്ലാതെ നിറയെ മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. മാവിൻ ചുവട്ടിൽ കുട്ടികളങ്ങനെ ആർത്തു വിളിക്കുകയാണല്ലേ. പെട്ടെന്ന് വന്ന കാറ്റിൻ്റെ കൈകൾ മാവിൻ്റെ കൊമ്പ് കുലുക്കുന്നു, തേന്മാവിൻ്റെ കൊമ്പ് കുലുക്കുന്നു. ആ കാറ്റ് കുലുക്കിയ കൊമ്പുകളിൽ നിന്ന് 4-5 മാങ്ങകൾ നിലത്തു വീഴുന്നു. തേന്മാവിൻ്റെ തേനൂറുന്ന മാങ്ങകളിലെ തേൻ തുള്ളികളുടെ രുചി, തേന്മാവിൻ്റെ തേനൂറുന്ന മാങ്ങകളിലെ തേൻ തുള്ളികൾക്ക് നല്ല മധുരമാണല്ലേ, നല്ല രുചിയാണ്. ആ രുചി നാവിന് സമ്മാനം തന്നെ. ആ രുചി നാവിൽ നിന്ന് പോകില്ല. ഇനി നമുക്ക് ഈ കവിതയുടെ താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? എന്താണ്?
ഈ കവിതയിൽ ആവർത്തിച്ച് വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാമാണ്? കാക്കിരി, പൂക്കിരി. ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവും ഉദ്ദേശിക്കുന്നത്? ആ തേന്മാവിൽ അവിടെയും ഇവിടെയുമായിട്ട് ക്രമത്തിലല്ലാതെ നിറയെ കൊമ്പുകളുണ്ടെന്ന് പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നല്ലേ. അടുക്കും മുറയുമില്ലാതെ കൊമ്പുകളുണ്ട്, അടുക്കും മുറയുമില്ലാതെ മാങ്ങകൾ നിറയെ പഴുത്ത് തൂങ്ങി നിൽക്കുന്നു. താഴെ കുട്ടികൾ അടുക്കും മുറയുമില്ലാതെ കാക്കിരി പൂക്കിരി ബഹളം വയ്ക്കുന്നു. 4-5 മാങ്ങകൾ അടുക്കും മുറയുമില്ലാതെ വീണ് കിടക്കുന്നു. അതിൻ്റെ മുന്നേയായിട്ട് എന്താണ്? കാറ്റ് ഇങ്ങനെ കാറ്റ് അവിടുന്ന് ഇവിടുന്നായിട്ട് അടുക്കും മുറയുമില്ലാതെ കാറ്റടിക്കുന്നല്ലേ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാക്കിരി പൂക്കിരി എന്ന വാക്കുപയോഗിക്കുന്നത്. അടുത്തത്, കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ എന്നാണ്. അപ്പോൾ ഈ കവിതയ്ക്ക് ചുറ്റും യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കുക കേട്ടോ. ഭംഗിയാക്കി ചിത്രം വരച്ച് പഠിക്കുക.